മൊറോക്കൻ ടീ ഒക്കെ വിൽക്കുന്ന ആൾക്കാർ. നമ്മൾ ഈജിപ്തിലൊക്കെ പോയാൽ, ഞാൻ ഈജിപ്തിൽ, ലെബനോനും അങ്ങനെയുള്ള രാജ്യങ്ങൾ, അറബിക് രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. അപ്പം അവിടുത്തെ സ്ട്രീറ്റിലൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സുകൾ ഏതാണ്ട് എക്സാക്ട്ലി ഇതുപോലെ. ഇറ്റാലിയൻ പവനിലോട്ട് പോവുകയാണ് മൊറോക്കോയിൽ നിന്ന്. ഇത് മറ്റൊരു സൂക്ക്. എനിക്ക് തോന്നുന്നു ഇത് അറബിക് സൂക്കായിരിക്കും. ഇപ്പം ഈ പറഞ്ഞൊരു സിറിയ, ഈജിപ്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതുപോലത്തെ ഡ്രസ്സുകളും അങ്ങനെയുള്ള അല്ലേ അവിടെ കാർപ്പറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ജ്വല്ലറീസ്, മോറോലെസ് അറബിക് കൾച്ചറുള്ള ഡ്രസ് കോഡൊക്കെ കിട്ടുന്ന ഒരു സൂക്ക്. ഒക്കെ മൊറോക്കൻ പവലിയനിൽ ഉള്ള സംഭവങ്ങളാണ്. ഒരു ഉത്സവം പോലാണ് സത്യത്തിൽ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ഇതുപോലത്തെ ഗിഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയൊക്കെ പോകാൻ പറ്റും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. എത്ര വാങ്ങിച്ചതെന്ന് വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിപ്പോവും. അതുപോലത്തെ ഒരു ഡെക്കോറും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഇതും മൊറോക്കൻ ഇതിൻ്റെ ഈ പവലിയൻ്റെ ഒരു എൻഡാണ് ഈ കാണുന്നത്. വീഡിയോ എടുത്ത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് മലയാളി സൗണ്ട്, നല്ല മണം വരുന്നതൊക്കെ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു മലയാളി ഫാമിലി, അവർ ഇതിനകത്തൂടെ ഇങ്ങനെ കറങ്ങിപ്പോവാണ്. ഇതുവഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അത്തറും അതും ഇതുമൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ വീടിനുള്ളിൽ കത്തിക്കുന്ന അറബിക് ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഇറ്റലിയിലെത്തി. ഇറ്റലിയിൽ അവിടെ നമുക്ക് ആ വ്യൂ ഒന്നുകൂടെ നമുക്കിങ്ങനെ കാണാം. തിരിഞ്ഞു നോക്കിയാൽ എത്ര മനോഹരമാണ്. ഇവിടെ നിന്നിങ്ങനെ ഇത് കണ്ട് നിൽക്കാനും, ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ടൈം പാസ് ചെയ്യാനും ഒക്കെ. നമുക്ക് ആ ഇറ്റാലിയൻ പവലിയനിൽ നമ്മൾ നടന്നകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ ബ്രിഡ്ജ് കിട്ടും. ഈ ഭാഗം ഇവിടെ നിന്ന് ഉള്ളോട്ട് കാണുന്ന ലുക്കാണിത്. ഇത് സറൗണ്ടിങ്ങിൽ എടുക്കുകയാണെങ്കിലുള്ള ഭംഗി എവിടെ നോക്കിയാലും ഭയങ്കര രസമാണ് കാണാൻ. അതുപോലെയാണ് അവർ അത് പണിത് വെച്ചിരിക്കുന്നത്. അങ്ങ് ദൂരെ പിരമിഡൊക്കെ കാണാം. നമ്മുടെ ഇറ്റലിയിലെ തെരുവുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇറ്റലി വന്നു കഴിയുമ്പോഴത്തേക്കും പിസ്സ, പാസ്ത അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലും അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഫുഡുകൾ. അപ്പം അതാണിവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. പഴയ റോമൻ സ്റ്റൈൽ ബിൽഡിങ്ങുകളും ഡിസൈനും ഒക്കെയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ വെനീസിൽ പോയപ്പോൾ കണ്ട അതേ ലുക്കിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിലെ വെനീസിൽ ഇങ്ങനെയാണ്, ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിനകത്തൂടെ ഗണ്ടോള, ഇങ്ങനെ നമ്മുടെ വള്ളമില്ലേ അതിലിങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. നടന്ന് മാത്രം പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഈ വെനീസ്. അപ്പം അതേ സ്റ്റൈലിലാണ് ഇതിവിടെ പണിത് വെച്ചിരിക്കുന്നത്. ചക്കു, നമ്മളിപ്പം വെനീസിലെത്തിയടാ. വെനീസിൽ ആണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വെനീസിൽ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വിട്ടു, അമേരിക്കയിലെത്തി. അമേരിക്കയിൽ നിന്ന് പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന്, അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കയറി ഇപ്പം വെനീസിലെത്തി. ഇപ്പം ഇത് വെനീസാണ്. നമ്മളങ്ങനെ ഇറ്റലിയിലെ തെരുവിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, ബോളിവുഡ് വേൾഡിൽ കൂടെ. ഇത് പിസ്സ റെസ്റ്റോറൻറ്റ്.
പിസേറിയ. പിന്നെ തിക്ര. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇറ്റലി തന്നെയാണ്. ഇതിനിടയിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 360 വ്യൂ അവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പം മൊറോക്കൻ പവലിയനിൽ നിന്ന് നടന്ന് ഇറ്റലി പവലിയൻ കവർ ചെയ്ത് ഫ്രാൻസിൽ കൂടെ കയറി അവിടുന്ന് കാണുന്ന സീനാണ്